പക്ഷെ ഇത്തരം മേഖലകളിലൊന്നും പെടാതെ BPL കാർഡും ഇല്ലാതെ കാർഡ് പോലും സ്വന്തമായിട്ടില്ലാതെ റെക്കോർഡിക്കൽ അല്ലാത്ത ആളുകൾ നമ്മുടെ ഇടയിൽ സൂക്ഷ്മതലത്തിലുണ്ട്. അതിൻ്റെ ഒരു കണ്ടുപിടുത്തം 60,000 അല്ല, അത് കണ്ടുപിടിച്ചത് 1,18,309 ഫാമിലിയാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ. അത് കണ്ടുപിടിച്ചിട്ട് 58,000 ഫോക്കസ് ഗ്രൂപ്പിലൂടെ അവരെ നമ്മൾ ചർച്ച ചെയ്ത് അത് വീണ്ടും ചർച്ച ചെയ്തിട്ടാണ് നമ്മുടെ ശുപാർശ സമിതിയുണ്ട്. ആ സമിതിക്കാരെ 87,000 ആയിട്ട് ചുരുക്കി. ആ 87,000 ആളുകളെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉൾപ്പെടുത്തി അവരുടെ ഇൻഫർമേഷൻ, അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ, അതിൽ 73,000 പേരെ പ്രയോറിറ്റൈസ് ചെയ്ത് അവരെ മുൻഗണനാ ക്രമത്തിൽപ്പെടുത്തി. ആ 73,000 ലിസ്റ്റ് ഗ്രാമസഭകളിൽ വിട്ടുകൊടുത്തു. ആ ഗ്രാമസഭ ചർച്ച ചെയ്ത് ചിലരെ കൂടി എലിമിനേറ്റ് ചെയ്തു. അങ്ങനെയാണ് 64,006 എന്നിടത്തേക്ക് കണക്കെത്തിയത്. ഇങ്ങനെ ഒരു പ്രോസസ് ഒരു നിമിഷം ഗോപൻ, ഞാൻ കോഴിക്കോട് കോർപ്പറേഷനിൽ താമസിക്കുന്ന ഒരാളാണ്. ഞങ്ങളുടെ വാർഡ് കൗൺസിലർ ഞങ്ങളുടെ വാർഡിൽ അതിദരിദ്ര ലിസ്റ്റ് എനിക്ക് അയച്ചു തന്നിരുന്നു. അതിൽ അവരുടെ പേര് ഞാൻ പറയുന്നില്ല, അവരുടെ ആവശ്യങ്ങളാണ്. ഒരാൾക്ക് കറണ്ട് ബില്ല്, ഗ്യാസ് ബില്ല് അടയ്ക്കാനുള്ള മാർഗ്ഗം ഉണ്ടാക്കണം, മറ്റൊരാൾക്ക് കറണ്ട് ബില്ല്, ഗ്യാസ് അടയ്ക്കണം, മറ്റൊരാൾക്ക് ഉപജീവന മാർഗ്ഗമായി ഒരു പെട്ടിപ്പീടിക വേണം, മറ്റൊരാൾക്ക് വീട് റിപ്പയറിംഗ് വേണം, മറ്റൊരാൾക്ക് ഉപജീവന മാർഗ്ഗം തന്നെ വേണം, മറ്റൊരാൾക്ക് ആവശ്യം മരുന്നാണ്, മറ്റൊരാൾക്ക് ബില്ലടയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ, കിറ്റ് കിട്ടുന്നുണ്ട്, വീട് റിപ്പയർ ലഭിച്ചു, ഒരാൾക്ക് വീട് റിപ്പയർ ലഭിച്ചു, കിറ്റ് കിട്ടുന്നു, ഇങ്ങനെയൊക്കെയാണ്. അതായത് ഇവർ മറ്റ് ക്ഷേമ പദ്ധതികളിലൊന്നുമില്ല എന്ന് ഉറപ്പാക്കുക, എന്നിട്ട് അവരുടെ ആവശ്യം നിറവേറ്റി കൊടുക്കുക. ഇതാണോ ഈ പദ്ധതിയുടെ ലക്ഷ്യം? അല്ല, ഇതിനകത്ത് ഈ കറണ്ട് ബില്ല് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് വീടുണ്ട്, അവർക്ക് വീടില്ലാത്ത ആളല്ല, സ്വന്തമായി ഭൂമിയുള്ള ആളാണ്, ഇല്ലെങ്കിൽ കറണ്ട് വരത്തില്ല അവിടെ. അപ്പൊ ഇതെല്ലാം പൊതുവെ അങ്ങനെയാണ്. അതിനകത്ത് ഗോപൻ വാടകയ്ക്ക് വാങ്ങാം, വാടകയ്ക്ക് വാങ്ങാം. വാടകയ്ക്ക് വരുന്നവരെ നമ്മൾ ഇതിനകത്ത് പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയോ? അവർക്ക് ലാൻഡ് ഇല്ലാത്തവരെ പ്രത്യേകം ഈ സർവേയിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ വീടില്ലാത്തവരെ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ വീട് കൊടുത്തതുണ്ട്. കുറച്ച് പേർക്ക് അതിനകത്ത് വീട് കൊടുക്കേണ്ടി വന്ന ആളുകൾക്ക് പ്രത്യേകമായി ലൈഫിനകത്ത് ഉൾപ്പെടുത്തി അങ്ങനെ വീട് കൊടുത്ത് പരിഹരിച്ചവരുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇത് തീർന്നത്. ഈ 66,000 തീരുന്നതാണ്. ചിലർക്ക് ലാൻഡ് ഇല്ലായിരുന്നു, അത് പരിഹരിച്ചു. വീടും ലാൻഡും കൂടെ കൊടുത്ത് 5,000-ലധികം പേർക്ക് വീടും ഭൂമിയും കൂടെ കൊടുത്താണ് അവരുടെ പ്രശ്നം പരിഹരിച്ചത്. അതുപോലെ 87,000-ഓളം ആൾക്ക് ചികിത്സാ സഹായം കൊടുത്തിട്ടാണ് ഈ പ്രശ്നം പരിഹരിച്ചത്. അങ്ങനെ ഓരോരുത്തരുടെയും അത് ഒരു വീടിനെ പ്രത്യേകമായിട്ടാണ് കാണുന്നത്. അല്ലാതെ 60,000 പേരെ ആസെ ഹോൾ മൊത്തത്തിൽ ഇങ്ങനെ എടുത്ത് കാണുകയല്ല. ഓരോ വീടും ഒരു യൂണിറ്റായിട്ട് കണ്ടുകൊണ്ട് അവരുടെ റിക്വയർമെൻറ്റ്സ് എന്താണ്, അവർക്ക് എന്തൊക്കെയാണ് ആവശ്യങ്ങൾ എന്നുള്ളത് പ്രത്യേകമായി സൂക്ഷ്മതലത്തിൽ കണ്ടുപിടിച്ചിട്ട് അതിന് പരിഹാരം ഉണ്ടാക്കുക ചെയ്തത്. ഇതൊരു ചെറിയ ജോലിയല്ല. ലോകത്ത് ചൈന മാത്രമാണ് ഇത് കൈവരിച്ചത്. അവർക്കുള്ള സോഴ്സ് അവരുടെ സാമ്പത്തിക അവസ്ഥയും അവരുടെ ലോകരംഗത്തെ മാറ്റവും അവരുടെ സാമൂഹ്യ ഘടനയും അവരുടെ അതിൻ്റെ പ്രത്യയശാസ്ത്രമൊക്കെ വളരെ പ്രത്യേകതകളുള്ളതാണ്. ഇന്ത്യയുടെ അത്തരം ജനസംഖ്യയുള്ള രാജ്യം. ഇന്ത്യയിൽ 30 കോടി 26 കോടിക്കും 30 കോടിക്കും ഇടയിലാണ് അതിദരിദ്രർ. ഒരു കണക്കൂടെ പറഞ്ഞാൽ ബീഹാറിൽ 33% ദരിദ്രരുള്ളപ്പോൾ കേരളത്തിൽ അത് .something ആണ്, പോയിന്റ് കുറവാണ്, 1 പോയിന്റ് കുറവാണ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 0.5 കേരളത്തിൽ വരുന്നത്. അത് ഞാൻ ഒരു കാര്യം കൂടി പറയാം ശ്രീ അജിംസേ, ഞാനത് നേരത്തെ പറയാൻ ശ്രമിച്ചൊരു കാര്യം, ഈ 5 വർഷം അതിന് കഠിനമായി സർവേയും ഇടപെടലും എല്ലാം നടത്തിയെങ്കിലും ഇതിൻ്റെ അടിസ്ഥാന ഘടകത്തിലേക്ക് നമ്മൾ പോയാൽ 27 വർഷം മുമ്പ് കേരളം ലോകത്തിന് മാതൃകയായി രൂപം കൊടുത്ത കുടുംബശ്രീ പ്രസ്ഥാനവും അതുവഴി സ്ത്രീകളുടെ കയ്യിൽ ചെറിയ വരുമാനം വന്നു തുടങ്ങിയതുമാണ് നമ്മുടെ കുടുംബങ്ങളിലെ ദാരിദ്ര്യം ഇല്ലാതാക്കാനുള്ള അടിസ്ഥാന കാരണം. അതൊക്കെ കൊണ്ടുകൂടിയാണ് നമ്മൾ ഈ ചുരുങ്ങിയ നമ്പറിലേക്ക് എത്തിയത്. ഞാൻ തിരിച്ചു വരാം. ശ്രീ